Want to get nuts? Let's get nuts. Yes! 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 ഇന്നും ഞാൻ വന്നേക്കുന്നത് Triple strap. ആണ്. ഞാൻ ഇതിന്റെ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, ഇനിയും ഇങ്ങനെ ഒന്നും കൂടെ വന്നാൽ ഇത് ഞാൻ എന്റെ ചാനൽ സീരീസ് പോലെ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ എന്റെയും ടൈം വേസ്റ്റ് ചെയ്യാതെ ലോ ബഡ്ജറ്റ് KGF ആയിട്ടാണ് ടീസർ ഫീൽ ചെയ്തത്. ഇതുവരെ KGFന്റെ റീമേക്ക് എല്ലാം ഫ്ലോപ്പ് ആയതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാം പറയാതെ തന്നെ അറിയാം. ബട്ട് എനിവേ, നമ്മുടെ ഉദയകൃഷ്ണ ആണ് ഇതിന്റെ റൈറ്റർ. അയ്യോ, എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യേ. ആയതുകൊണ്ട് ഒരു പേടിയുണ്ട്. ബട്ട് ദിസ് ഇസ് ഡയറക്റ്റഡ് ബൈ അരുൺ ഗോപി. നമ്മുടെ മറ്റേ പടമല്ല, രാമലീല. പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കട്ട ഹിറ്റ് അടിച്ച പടമാണ്. അതിന് ശേഷം മറ്റേ നിലത്ത് നിന്നില്ല, എല്ലാം പൊട്ടി. അതിനുശേഷം പിന്നെ ജോയിൻ ആകുന്നത് കൊണ്ട് ഒരു എക്സ്പെക്ടേഷൻ വെക്കാന്ന് വെച്ചാലും മോൺസ്റ്ററിന്റെ റൈറ്റർ ഉദയകൃഷ്ണ ആണെങ്കിലും വൈശാഖ് ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ബട്ട് അതെല്ലാം നശിപ്പിച്ച് കൈ തന്നതേ ഉള്ളൂ ഉദയന്റെ റൈറ്റിംഗ് കാരണം. അപ്പോൾ എങ്ങനെ ഞാൻ ഈ രാമലീലയുടെ ഡയറക്ടറിന്റെ മേലിൽ എക്സ്പെക്ടേഷൻ വെക്കും? പിന്നെ തമനയെ ഹീറോയിനായിട്ട് കൊണ്ടുവരണ്ടായിരുന്നു ഇതിൽ. ആൻഡ് ഈ ടീസർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് എലോം പോലത്തെ കറക്റ്റ് OTT മൂവി ആയിട്ടാണ്. ബട്ട് എനിവേ, നമ്മൾ എന്തായാലും കട്ടക്ക് ജഡ്ജ് അടിക്കുന്നില്ല, പടം വരട്ടെ. ഇപ്പോൾ ടീസർ മാത്രമേ വന്നിട്ടുള്ളൂ. അതിന്റെ അടുത്തത് നമ്മുടെ ഒക്കെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2018 ഫ്ലഡ്. ഇത് കാരണം ബുദ്ധിമുട്ടിയവരിൽ ഒരാളാണ് ഞാനും. ഈ നമ്മുടെ ജീവിതത്തിൽ നടന്ന റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ഇൻസ്പയർ ആയിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മൂവി പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കണക്ട് ആകും. ആൻഡ് ഇതിന്റെ ട്രെയിലറും നല്ലൊരു എക്സ്പെക്ടേഷൻ തരുന്ന രീതിയിലാണ് ഈ ട്രെയിലർ മേക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിന്റെ ലോഗോ മേക്ക് ചെയ്തേക്കുന്നത് ഈ മൂവിയുടെ സ്റ്റോറി പറയുന്ന രീതിയിലാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ലോഗോസ് റയർ ആയിട്ട് കണ്ടുവരത്തുള്ളൂ. ആൻഡ് ഈ ഫിലിം ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ട്. ഇതിൽ ടോബിനോ ഉള്ളത് കൊണ്ട് ഇത് കാരണം ടോബിനോയുടെ നിലവെളിച്ചത്തിന് അഫക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഇത് റിലീസ് ആകാൻ പോകുന്നത് പിന്നെ അവസാനത്തെയാണ് DC റീഷൂട്ട് ചെയ്തിട്ടും അവസാനിക്കാത്തതും DC കംപ്ലീറ്റ് ആയിട്ട് റീബൂട്ട് ചെയ്യാൻ പോകുന്നതും DCയിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് പറയുന്ന ഈ ജെയിംസ് ഗണ്ണിന്റെ റീബൂട്ടിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഒരു റീസൺ ഞാൻ പറയാം. എന്റെ അഭിപ്രായത്തിൽ ഗെയിംസുമായിട്ട് കണക്ട് ചെയ്യേണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഗെയിംസ് ഒന്നും എല്ലാരും കളിക്കണമെന്നൊന്നുമില്ല. വേറെ ആരെയും നോക്കണ്ട. ഈ പറയുന്ന ഞാൻ പോലും ഗെയിം കളിക്കാറില്ല. അപ്പോൾ എന്നെ പോലത്തെ ആൾക്കാർ ഈ യുഗത്തിൽ കാണുമല്ലോ. അതുകൊണ്ട് വി ക്യാൻ കറക്റ്റ്ലി ഫോളോ ന്യൂ DC. അതുകൊണ്ട് ഗെയിമുമായിട്ട് മാത്രം കണക്ട് ചെയ്യില്ല എന്നൊരു റിക്വസ്റ്റ് ഉള്ളൂ. ബട്ട് എനിവേ, ഈ ഫ്ലാഷിന്റെ സെക്കൻഡ് ട്രയലിനെ പറ്റി പറയുവാണെങ്കിൽ ഫസ്റ്റ് ട്രയലിന്റെ കാട്ടി ബെറ്റർ. പിന്നെ ഇതിൽ ക്രിസ്ത്യൻ ബെയിലിന്റെ ബാറ്റ്മാനും കൂടെ കൊണ്ടുവരാത്തതിൽ ദുഃഖമുണ്ട്. ബട്ട് ആ കടമെല്ലാം 2 ബാറ്റ്മാനും കൂടെ തീർക്കുന്നുണ്ട്. പിന്നെ സൂപ്പർമാന്റെ മെയിൻ വില്ലനായിട്ടുള്ള തോഡിനെ ഇതിൽ വില്ലനായിട്ട് കാണാൻ കഴിയും. ബട്ട് മെയിൻ വില്ലനായിട്ടല്ല, ഒരു സൈഡ് വില്ലനായിട്ട്. ബട്ട് മെയിൻ വില്ലൻ അല്ലെങ്കിലും മെയിൻ വില്ലന് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കും. എന്താണെങ്കിലും സോഡ് ഇതിൽ വരുന്നുണ്ടല്ലോ, എനിക്ക് അത്രയും സന്തോഷം. പിന്നെ വണ്ടർ വുമൺ വരുന്നുണ്ട്. ഒപ്പം തന്നെ കാസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ ഹെൻറിയുടെ സൂപ്പർമാനും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ജെയിംസ് ഗൺ ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് എക്സ്പെക്ടേഷൻ വെക്കണ്ട. മാർബിൾ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ PG-13 ആക്കാൻ വേണ്ടി കട്ട് ചെയ്ത് യൂട്യൂബ് വീഡിയോ ആക്കി കൊളവാക്കിയതുപോലെ ഇതാകത്തില്ല. അതിനെ കടത്തി വിടുന്ന രീതിയിൽ ബെസ്റ്റ് മൂവി ആയിരിക്കുമെന്ന് 100% കൺഫേം ചെയ്ത് ഈ ട്രെയിലർ വെച്ച് പറയാം. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. ഇപ്പൊ നീ കണ്ടത് ഒരു ട്രെയിലറാ. ഇനി പടം മുഴുവൻ നിനക്കിട്ടുള്ള പണിയാ. നല്ല ചിമിട്ടം പണി. തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥിനി മണ്ണ് വിട്ടുപോകും.
You're strapped to your parachutes. Where's yours? അപ്പൊ ഇനി ചക്രം ഉണ്ടാക്കണം. ഇതല്ല മാമ ക്യാഷ്. പിന്നെ ऐसे और भी कई एंटरटेनमेंट और धमाकों के लिए लाइक शेयर एंड सब्सक्राइब कीजिए. അപ്പൊ ശരി വിട്ടോ. ഓക്കെ ബൈ.